അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ഇൻട്രോ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ എന്താണ് കാരണം എന്നൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്താൽ എൻ്റെ ഉള്ള സൗണ്ടും കിട്ടൂല. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് മഴക്കാലമായല്ലോ അല്ലേ. വെയിലായിട്ട് ഞാൻ തന്നെ പറഞ്ഞു ചൂടെടുത്തിട്ട് വയ്യാന്ന്. അപ്പോൾ എല്ലാവരും ഈദും അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഈദും അതായത് എൻ്റെ സിസ്റ്ററും മക്കളും ഉമ്മയും കൂടി അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞ്. പിന്നെ എൻ്റെ ഈദ് ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ അതിനല്ല വന്നത്, വേറൊരു കാര്യം പറയാനാണ്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 3 റിയാക്ഷൻ വീഡിയോ എന്നെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടും. അങ്ങനെ കുറ്റം പറയുന്ന ഒരു വീഡിയോസ് ഒന്നുമല്ല. അങ്ങനെ കുറ്റം പറയാൻ മാത്രം ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷേ കുറേ ആൾക്കാരൊരു തെറ്റിദ്ധാരണ ഉണ്ട്, പൂച്ചക്കുട്ടിയാണ് മാൻകുട്ടിയാണ് ഞാനിന്ന്. ഞാൻ പൂച്ചക്കുട്ടി മാൻകുട്ടിയൊന്നുമല്ല. എനിക്ക് സംസാരിക്കേണ്ട അടുത്ത് ഞാൻ സംസാരിക്കും. പിന്നെ വല്ലാതെ എന്താ പറയുക, അങ്ങോട്ട് ചെന്ന് വഴക്കിടാനും ഒന്നും ഞാനില്ല. ഞാൻ ആരടുത്തേക്ക് ഒന്നിനും പോയില്ല. ഞാൻ ഇവിടെ എൻ്റെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വല്ലപ്പോഴൊന്ന് പുറത്ത് പോകും, അത്രയൊക്കെ തന്നെ. എന്നാൽ അൽഹംദുലില്ലാ റാഹത്താണ്. അപ്പോൾ പറഞ്ഞു തന്നതല്ല, എന്നെക്കുറിച്ച് നല്ലൊരു രീതിയിൽ നമ്മളെ ദീനത്തെ ചെയ്തത്. അതായത് ഞാൻ എന്താണെന്നും ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ദീനത്തെ പറഞ്ഞത്. അത് പോട്ടെ, അത് എനിക്കും അവർക്കും പഠിച്ചവനക്കും അറിയാം, സത്യമാണ് ആ വ്യക്തി പറഞ്ഞത്. പക്ഷെ അത് ഉൾക്കൊള്ളാനിട്ട് കുറച്ച് ആളുകൾക്ക് കുരുപൊട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ വെച്ചിട്ട് 2 റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതിലിടക്കിടക്ക് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, വീട് സ്വന്തമാണോന്ന്. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് ഞങ്ങളെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. വാടക വീടോ ഫ്ലാറ്റോ ഒന്നുമില്ല. എൻ്റെ ഉപ്പയും ഉമ്മയും, അതായത് അധ്വാനിച്ചുണ്ടാക്കുക. അപ്പോൾ ഉപ്പ ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. എൻ്റെ ഉപ്പ അവസാനമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീട് എന്ന് പറയാം. എൻ്റെ ഉപ്പ അവിടെ കയറുമ്പോൾ പറഞ്ഞൊരു വാക്ക് സത്യമായി മാറിയിട്ടുണ്ട്. എല്ലാ വീടിലും എല്ലാ വീടുകളും നമ്മൾ ഉണ്ടാക്കിയെടുത്തോളം 10 വീട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഉപ്പ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 10 വീടിലും കയറാം. നമ്മൾ സുബഹിക്കാണല്ലോ, അതിലൊരു വീടെങ്ങാനും മഗ്‌രിബിന് കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ സുബഹിക്ക് കയറുമ്പോൾ ഇങ്ങനെയല്ലല്ലോ, റാമ്പല്ലല്ലോ, സ്റ്റെപ്പായിരുന്നു, നല്ല ഉയരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പക്ക് അസുഖമൊന്നും മാറിയതാട്ടോ. അപ്പോൾ ഉപ്പ വെറുതെ നമ്മൾക്കറിയില്ലല്ലോ എന്താ നമ്മളെ വായിന്ന് വീഴാണ്. അപ്പോൾ ഉപ്പ വെറുതെ പറഞ്ഞു ഇതിൻ്റെ അവസാനത്തെ വീടാണെന്ന്. അതുപോലെ തന്നെ അറമ്പറ്റി ഉപ്പ മരണപ്പെട്ട 1 വർഷം മാത്രം ഉപ്പ അവിടെ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പം അങ്ങനെ ഉപ്പ അവസാനമായിട്ട് ഉപ്പ തന്നെ ഒരു പണിക്കാരായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരു വീടാണിത്. അപ്പോൾ ഉപ്പൻ്റെ ആ മരണവും കാര്യത്തിൻ്റെ ഇടയിലായിട്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ഇത് വലിയ അഹങ്കാരം കൊണ്ട് പറയുമെന്നല്ല, ഒത്തിരി വലിയ വീടുകളിലും താമസിച്ചിട്ടുണ്ട്, ചെറിയ വീട്ടിലും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അഹങ്കാരത്തിൻ്റെ പുറത്ത് പറയില്ല. അസുഖം വന്നാൽ എല്ലാവർക്കും കഴിഞ്ഞു. അപ്പോൾ എന്നാലും അൽഹംദുലില്ലാ റാഹത്താണ്. ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല, ഇല്ലേ? അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവൾക്ക് എല്ലാം ഉണ്ട്. എനിക്ക് എല്ലാം ഉണ്ട്. എനിക്ക് പഠിച്ച റബ്ബ് കാല് 2 തന്നിട്ടുണ്ട്, നടക്കാൻ കഴിയില്ല. ആ ഒരു കുറവൊഴിച്ച് എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇതെൻ്റെ സ്വന്തമൊന്നും എനിക്ക് പറയാൻ പാടില്ല. അതായത് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, അഫി ഞാൻ അഫി. ഞങ്ങൾക്ക് ബ്രദേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട് അവൾക്കും പറയാം, അവളെ വീടാണ്, അവളെ മക്കൾക്കും പറയാം അവളെ ഉമ്മൻ്റെ വീടാണ്. പക്ഷേ ഏതൊരു വ്യക്തിയുടെ സ്വപ്നമാണ് നല്ലൊരു ഭവനം. ഇതിപ്പോൾ അൽഹംദുലില്ലാ എനിക്കുണ്ട്. പക്ഷെ ഒരുപാട് കുറവുകളുണ്ട്. കാരണം എൻ്റെ ഉമ്മക്കൊരു വയ്യായ വന്നാൽ ഒന്നും വേണ്ട, നമുക്ക് ഒരു പനിയോ തലവേദന വന്നാൽ ഒരു ചായ പോലും ഉണ്ടാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം എന്താ, എനിക്ക് ഉണ്ടാക്കാൻ കഴിയാനിട്ടല്ല. എൻ്റെ കിച്ചണുകൾ ഏറെക്കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വണ്ടിയായിട്ട് പോയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഗ്യാസ് ഉയരത്തും ഞാൻ താഴത്തുമാണ്. അപ്പോൾ എൻ്റെ ഉമ്മ എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കറിയില്ലല്ലോ. ഉമ്മ എന്നെ വരെ എനിക്ക് വേണ്ടിയിട്ട്, അതായത് ഇവിടെ സൗകര്യത്തിന് ഇവിടെ പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മ തന്നെയല്ലേ ഇപ്പോഴും ഉമ്മ തന്നെ എനിക്ക് ഉണ്ടാക്കി തരുന്നത്. എൻ്റെ കാര്യം ഞാൻ ചെയ്താലും എനിക്ക് തിന്നാനുള്ള കാര്യം ഉമ്മ തന്നെയാണ് ഇന്നോളം ചെയ്തിട്ടുള്ളത്.
നമുക്ക് പേടിയാണ് ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു എൻ്റെ വീൽ ചെയർ ലൈഫായിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു മനസ്സിൽ. ഇൻഷാ അല്ലാഹ് അത് വയ്യ നടക്കും, അത് പഠിച്ചുകൊണ്ടെടുത്തുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ വീടൊന്നും വെച്ച് മാറാനൊന്നും പോകുന്നില്ല. ഞാൻ നിങ്ങളെല്ലാവരും ഇത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാണ്. അവൾക്ക് വീടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവളെ നല്ലൊരു ഫേസാണ് അവൾക്ക്. പടച്ച റബ്ബ് പല രൂപത്തിലും പല ഭാവത്തിലും ആളുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് അൽഹംദുലില്ലാ എനിക്ക് കാണാൻ കൊള്ളുന്ന മുഖം തന്നെ എനിക്ക് റബ്ബ് തന്നത്. അത് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോകസുന്ദരി എന്നൊന്നും ഞാൻ പറയില്ല. ഒത്തിരി ഭംഗിയുള്ള ഒത്തിരി പേരുണ്ട്. എന്നാൽ എനിക്ക് ഒരു ആരും മുന്നിലോ കാണിക്കാൻ പറ്റുന്ന ഒരു മുഖം തന്നെ എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. എനിക്ക് ഈ മുഖത്തേക്കാൾ കൂടുതൽ എനിക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കൽബ് നന്നാക്കാനാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ വന്നത് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കണ്ടിട്ട് യൂട്യൂബ് ഏണിങ്സ് കിട്ടാനാണ്. നിങ്ങളെല്ലാവരും എത്രത്തോളം കാണുമോ അത്രത്തോളം വ്യൂസ് കയറിയാൽ അറിയാലോ എല്ലാ കാര്യം. അല്ലാണ്ട് നിങ്ങളെ പോക്കറ്റ് കണ്ടിട്ട് എൻ്റെ സിമ്പതി പറഞ്ഞിട്ട് ഞാൻ ഇന്നോളം വന്നിട്ടില്ല. പഠിച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഒരുപാട് ആളുകൾ അസുഖത്തിൻ്റെ പേരിൽ വരുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, റബ്ബ് കാക്കട്ടെ. കാരണം അതൊരു അഹങ്കാരമല്ല, അതൊരു ഇതല്ല. കാരണം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ എൻ്റെ ഉപ്പൻ്റെ അനിയൻ മരിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് എൻ്റെ ഉപ്പൊക്കെ അസുഖമായി എന്ന് വിചാരിക്കുക. ഇത് പ്രതീക്ഷിക്കാണ്ടാണ് ഉപ്പൻ്റെ അനിയൻ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ, റബ്ബിൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ. ഒക്കെ റബ്ബ് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ആൾക്ക് ഇന്ന ടൈമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ആരും ഒന്നും കൊണ്ടോ ഒരു താഴ്ത്തി പറയരുത്. അവൾക്ക് എനിക്ക് തോന്നുന്നത് അത് ആ വ്യക്തികൾ അങ്ങനെ പറഞ്ഞത് അവൾക്ക്. എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല, ഞാൻ അവൾക്ക് കൊടുക്കുന്നത് മുടക്കുന്നത്. എനിക്ക് എന്ത് തരുന്നു? എനിക്ക് ആരതും വേണ്ട, എനിക്ക് റബ്ബ് തരും എല്ലാം. പിന്നെ ഞാൻ ഈ ചാനൽ എൻ്റെ യൂട്യൂബ് കൊണ്ടുവന്നത് എൻ്റെ ഈ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞു പോയതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കാണിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ എൻ്റെ സന്തോഷം, എൻ്റെ സങ്കടം ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ചെയ്യുന്നത് ഒരുപാട് സന്തോഷം. അത്രേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ നിങ്ങളാരെ പോക്കറ്റോ ഞാൻ നിങ്ങളാരത്തോ ഇങ്ങനെ വന്നിട്ടില്ല. എൻ്റെ വീഡിയോസ് കാണണമെന്ന് മാത്രമേ ഞാൻ ഇന്നും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി തരണം തോന്നി. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ കുറച്ച് ഇത്താമാരാണെന്ന് കൂട്ടാം. ഈ ഇത്താമാർക്ക് മക്കളുണ്ടെന്ന് കൂട്ടാം. അപ്പോൾ ഈ മക്കളോട് ഒരാൾ ചോദിക്കുക നിങ്ങൾക്ക് വീടുണ്ടോ? അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയും ഉണ്ട്, എൻ്റെ വീടാണിത്. അതേപോലെ ഞാനും ഇനിയിപ്പോൾ ഇത്താമാരല്ലെങ്കിൽ എൻ്റെ ഏജിലുള്ളവരാണ് തറവാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഓരോട് ചോദിക്കും വീടുണ്ടോ? ഞാൻ വീട്ടിലാണ്. അങ്ങനെയല്ലേ പറയാം. നമ്മൾ സ്വന്തം പറയുന്ന വ്യക്തികൾ സ്വന്തം വീടുള്ളവരാണ്. ഒന്ന് മനസ്സിലാക്കണം. സ്വന്തം വീടുള്ളവരെന്നാണ് എന്നെ ഇട്ടിട്ട് താഴ്ത്തി പറയുന്നത്. പരാതിയില്ല. പക്ഷേ എനിക്ക് വീട് കിട്ടാനോ ഒന്നും കിട്ടാനോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു വീണ്ടും എൻ്റെ സന്തോഷം എൻ്റെ സങ്കടമൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് യൂട്യൂബ് മുതലാളി തരുന്നത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാക്സിമം എല്ലാവർക്കും മരണം വരെ അഭിമാനത്തോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഉപ്പയും ഞങ്ങളെ വളർത്തിയത്. പിന്നെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞല്ലോ ഫാഷനും കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞു. എൻ്റെ വീഡിയോ എന്നെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. അതുവരെ എങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇതൊന്ന് ക്ലാരിറ്റി കൊടുത്തരാനാണ് ഞാൻ പറഞ്ഞത്. ഇതെൻ്റെ തറവാട് വീടാണ്, അതായത് ഞങ്ങൾ 2 പെൺകുട്ടികൾക്കുള്ള വീടാണ്. അല്ലാണ്ട് തസ്ലീം മീഡിയക്ക് സ്വന്തം ഒരു വീടുണ്ട് എന്ന് പറഞ്ഞ് ഇനി പറയണ്ട. അപ്പോൾ എന്താ, ഞാൻ കൂടുതലൊന്നും പറയില്ല. മഴ പെയ്താൽ ഉള്ള സൗണ്ടും കേൾക്കില്ല. കുറേ ആയി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട്, എന്നാലും എന്നെ അന്വേഷിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. കാരണം യൂട്യൂബിൽ എൻ്റെ നമ്പറും കാര്യങ്ങളും വെച്ചിട്ടില്ലെങ്കിലും കുറച്ച് ആളുകൾക്ക്, അത് വിരലിലെണ്ണുന്ന ഒരു 2-3 ആളുകൾക്ക് പേഴ്സണലായിട്ട് അറിയാം. അതായത് നമ്മൾ ഷക്കീല, സജിക്കറിയില്ല, പിന്നെ റംലത്ത അപ്പോൾ കുറച്ച് ഇതാണ്. എന്നാലും ചോദിക്കുന്നുണ്ട് മോളെ എന്താ വീഡിയോ ഇടാത്തെന്ന്. ഷക്കീല ആയാലും ചോദിച്ച് അവർക്കറിയാം എന്താ കാരണം എന്നൊക്കെ, ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന്. എന്നാലും ഒരുപാട് സന്തോഷം. 1 ആയാലും 2 ആയാലും ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ വീഡിയോസ് എന്താ ഇടാത്തത്. അതെന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു സംഭവം പറയണമെന്ന് തോന്നി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.